ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സമാധാന ശ്രമങ്ങൾ നടക്കുന്നുവെന്നും യുദ്ധം ഉടൻ അവസാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ആക്രമണങ്ങൾക്ക് പരസ്പരമുള്ള ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇറാന്റെ ആണവ കേന്ദ്രത്തിനും മരുന്നു കമ്പനിക്കും നേരെ US ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തി എന്നുള്ളതാണ്. മധ്യ ഇറാൻ നഗരമായ ഇസ്ഫഹാൻ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു നഗരം കൂടിയാണ് ഇസ്ഫഹാൻ. നമുക്കറിയാം നിരവധി വാണിജ്യ കേന്ദ്രങ്ങളുണ്ട്, ആണവ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ആണവ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത് ഇറാന്റെ നട്ടല്ലായ പലവിധ ആണവ കേന്ദ്രങ്ങളുമുണ്ട്. അവിടെ ആക്രമണം നടത്തി അമേരിക്ക എന്നുള്ളതാണ്. ഈ ദൃശ്യം US പ്രസിഡന്റ് ട്രംപ് പുറത്തുവിടുകയും ചെയ്ത പശ്ചാത്തലം നിർണായകമാണ്. 2025 ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബിട്ട ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. അന്ന് ചില നാശനഷ്ടമൊക്കെ ആ ആണവ കേന്ദ്രത്തിന് സംഭവിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നു. അന്നത്തെ യുദ്ധത്തിന് 2 ആഴ്ച മുൻപ് ഇസ്ഫാനിലെ തുരങ്കത്തിലേക്ക് 18 നില കണ്ടെയ്നർ നിറച്ച ട്രക്ക് പോകുന്ന ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിരുന്നു. 60% പരിശുദ്ധിയിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം വരുന്ന യുറേനിയമാണെന്നാണ് US-ന്റെ നിഗമനം. ഒപ്പം ഈ അനസ്തറ്റിക് അർബുദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഇറാന്റെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയുടെ നേരെയും, അതിൻ്റെ പേര് ടോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ്, അവിടേക്കും വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ്. അതായത് ഇവരുടെ നട്ടെല്ല് തകർക്കുക, മരുന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് നട്ടെല്ല് തകർക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ കാർത്തിക് നൽകും. കാർത്തിക്, ഫാർമ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നു, ഈ പറഞ്ഞതുപോലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. സമാധാനം എന്ന് പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങൾക്ക്, പരസ്പരമുള്ള ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. തീർച്ചയായിട്ടും ഇറാനിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ടോഫിക് ദാരു ഫാക്ടറിയിലാണ് ആക്രമണം നടത്തിയത്. ഇതൊരു മരുന്ന് നിർമ്മാണ ഫാക്ടറിയാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം ഇത് ഫെനറ്റൈൽ നിർമ്മാണ കേന്ദ്രമാണ് എന്നാണ്. അതായത് കെമിക്കൽ വെപ്പണുകൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് ആക്രമിച്ചത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരുന്നത്. പക്ഷേ അപ്പോഴും ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് ഇത് മരുന്ന് ഉൽപ്പാദന ഫാക്ടറിയാണ്, ഇവിടെയാണ് ആക്രമണം നടന്നത്, ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നു. മറ്റൊന്നുകൂടി ഇതിൻ്റെ കൂടെ വായിച്ചെടുക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് US-ന് നൽകിയത്. അതായത് US-ലെ കമ്പനികൾ, വൻകിട കമ്പനികൾ ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. 18 കമ്പനികളുടെ പേരടക്കം ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പട്ടിക പുറത്തുവിട്ടാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇറാനിലെ നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഏപ്രിൽ 1 മുതൽ, അതായത് ഇന്ന് മുതൽ ടെഹ്റാനിലെ സമയമടക്കം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ്. ടെഹ്റാന്റെ പ്രാദേശിക സമയം 6:30 മുതൽ ഈ 18 കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.